ഹേ ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ട് വന്നിട്ട്, അപ്പോൾ ഇത് നമ്മളെ ഉമ്മൻ്റെ ഏട്ടത്തിയാണ്. അപ്പോൾ ഉമ്മൻ്റെ ഏട്ടത്തി വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു റെസിപ്പി ഞാൻ നിങ്ങളെ കാണിച്ചു വിചാരിച്ചു. അപ്പോൾ ഇത് ഫുള്ളായിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മസാലയൊക്കെ ഉണ്ടാക്കി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ലൈവിൽ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ, തുറമാങ്ങ നിങ്ങൾ തിന്നിക്കണോ, വയനാട്ടിലുള്ള റെസിപ്പി അല്ലേ, അത് നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. ഇവിടെ ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടില്ല ഗൈസ്. ഇത് വയനാട്ടിൽ കയറിയ സർവ്വസാധാരണമാണ്, എല്ലാ വീടുകളിലും ഉണ്ടാവും ഗൈസ്. ഇതിൻ്റെ മസാല വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മൂത്തിന് മാത്രം അറിയുന്ന മസാലയാണ് ഞങ്ങളെ വീട്ടിൽ. അപ്പോൾ ഈ മസാല റെസിപ്പി വേണമെന്നുള്ളൊരു കൊടുവള്ളിക്കാരോ വേറെ ഏതെങ്കിലും നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ മസാലേൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എൻ്റെ പൊന്ന് ഗൈസ്, നമ്മളൊരു കറിയും ഇല്ലാത്ത സമയത്ത് ഇറച്ചിക്കൂട്ടം മാത്രം തിന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മീൻ പറ്റാത്ത ആൾക്കാരൊക്കെ, ഈ സാധനത്തിൽ കുറച്ച് തൈരുറ്റിച്ച് എന്താ പറയുക, നല്ല ചീരാമുളകും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് ചാലിച്ചങ്ങ് എടുത്താണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, ഒരു പ്ലേറ്റ് അല്ല ഒരു ചെമ്പ് ചോറായി അങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ തിന്നിക്കണമെന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ്. അത്രക്കും ടേസ്റ്റ് ഐസ്. ഓഹ് എൻ്റെ പൊന്നേ, അതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയണ്ട, അത്രക്കും ടേസ്റ്റ് ഐസ്. ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞിരിയപ്പോൾ അത് നിങ്ങൾ തിന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനുശേഷം അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ നമ്മൾ ആക്കി വെച്ചതൊക്കെ അതിനുള്ളിൽ ഒരു കുപ്പീൻ്റെ ഉള്ളിലോ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലോ എടുത്തതിന് ശേഷം നല്ലോണം ഹെയറൊന്നും കയറാത്ത രീതിയിൽ പൂട്ടിയെടുത്ത് വെക്കുക കേട്ടോ. കാരണം ഇവിടെ എവിടെയെങ്കിലും കാണുന്നിടത്ത് വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ഈ കുപ്പി കാലിയാവുന്നുള്ളതുകൊണ്ട് ഉമ്മച്ചി ഒളിപ്പിച്ച് വെച്ചതാണ് ഗൈസ്. കാണുന്നില്ല ഞാനിപ്പോൾ. പക്ഷേ അന്ന് ഉണ്ടാക്കി അന്ന് കണ്ടതാണ് ഞാനിത്. ഇപ്പോൾ വീഡിയോയിലും അല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി അന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ വീഡിയോയിൽ കാണിക്കാനെന്നും പറഞ്ഞ് ഞാൻ എന്തോരം മാങ്ങ തിന്നണമെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അത്രക്കും ടേസ്റ്റാണ്. നമ്മളെ വീഡിയോയിലെ മെയിൻ ഘടകം എന്ന് വെച്ചാൽ അച്ചുവാണ്. അപ്പോൾ അച്ചുവിൻ്റെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല, അത് കേൾക്കട്ടോ നമുക്ക്. അടിപൊളി തുറമാങ്ങ, ഇതൊക്കെ കഞ്ഞിന് കൂടെ കൂട്ടിയ ഗൈസ്, സൂപ്പറാണ് ഗൈസ്. അപ്പോൾ അച്ചു പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടിക്കണല്ലോ, ഇതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ടാ.